ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അനീഷിൻ്റെ ചോർച്ചിലും അനുമോളുടെ തെറിവിളിയും പ്രാക്കും. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞല്ലോ. ഞാൻ എടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നടന്ന ഒരു ഇതാണ് അനുമോളും അനീഷും തമ്മിൽ പൊരിഞ്ഞാടി. ഇതിലെ സത്യാവസ്ഥ എന്താണ്? ഒരു അവാർഡ് ദാന ചടങ്ങിൽ, ഏത് അവാർഡ് ദാന ചടങ്ങെന്ന് നിങ്ങൾ കണ്ടു കാണും. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യാതിരിക്കുക. പല ആളുകളോട് ചോദിച്ചു, ചേട്ടാ എന്തുകൊണ്ട് വീഡിയോ ഇരിക്കുക, ചേട്ടൻ മാത്രം എന്തുകൊണ്ട് ചെയ്യുക, അതുകൊണ്ട് മാത്രം ചെയ്യുകയാണ്. ഒരു അവാർഡ് ദാന ചടങ്ങിൽ അനുമോളും അനീഷും ഒരുമിച്ച് പങ്കെടുക്കുകയും ഫസ്റ്റ് അതിൽ ഈഗോ എന്നൊരു സംഭവം രണ്ടുപേർക്കും ഉണ്ടായി. അഹങ്കാരമൊക്കെ ആയാലും ഇപ്പോൾ പ്രശസ്തിയാക്കി ആയാലും രണ്ടുപേർക്കും അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് ഫസ്റ്റ് തുടക്കിട്ട അനീഷാണ്. ഈ ഇതെല്ലാം കഴിഞ്ഞ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് അനീഷ് ഫേസ്ബുക്കിൽ അപ്പം അനീഷിന് ഇത് കൊടുത്തത് അനുമോളും പിന്നെ പ്രിയങ്കയും കൂടെയാണ്. പഴയ ആക്ടർ ഇപ്പോഴും ഉണ്ട്, ഒരു സിനിമയിലൊക്കെ ഉണ്ട്. അത് ഈ പ്രിയങ്കയെ അനീഷ് വാനോളം പുകഴ്ത്തുകയും അനുമോളെ വിശേഷിപ്പിച്ചത് ടെലിവിഷൻ താരം, കോമഡി താരം എന്ന നിലയിലാണ്. എൻ്റെ കൂടെ മത്സരിച്ച സീസൺ 7 വിന്നർ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അത് തുടക്കം ഇട്ടു. അപ്പോൾ അനുമോളുടെ പോസ്റ്റ് അപ്പുറേ വന്നു, വലിഞ്ഞു കയറി വന്നതും എന്നും പറഞ്ഞു. പിന്നെ മറ്റുള്ള ജനങ്ങളാണ് എന്നെ ഇതാക്കിയത്, പിന്നെ ഇത്രയും അസൂയ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് പറഞ്ഞു. പിന്നെ അനുമോൾ പറഞ്ഞിട്ട് പോടാ പട്ടിയെന്ന് വിളിക്കുന്നുണ്ട്, നീ പുഴുത്ത് ചാകുമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതിൽ നിന്ന് തോന്നുന്നത് ഇവർ രണ്ടുപേരും കുറ്റക്കാരാണ്. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണുന്നൊരു കാര്യമാണ്, രണ്ടുപേരും പല ആളുകളും അനുമോളെ ഇട്ടലക്കുന്നു, അല്ല ചില അനീഷിനെ. ഇത് രണ്ടുപേരും കുറ്റക്കാരാണ്. ഇവർ ഇപ്പോഴും പഴയ ഗെയിമും, അല്ലെങ്കിൽ അനീഷിന് തന്നെ തുടക്കം പറയാം. അനീഷിന് അനുമോളോട് ആ ഫസ്റ്റ് കിട്ടാത്തതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഷോ കഴിഞ്ഞില്ലേ, ആ ഷോ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല. കോമഡി താരം എന്ന് പറയേണ്ട ആവശ്യമില്ല. അവർ സീരിയലുണ്ട് ഒക്കെ ഉള്ളതാണ്. അപ്പം ബിഗ് ബോസ് വിന്നർ എന്ന് പറഞ്ഞാൽ പോരാണോ? കോമഡി താരം എന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്ന അത് അനീഷാണ് ഫസ്റ്റ് തുടക്കം ഇട്ടത്. അതവരുടെ ഈഗോയാണ്, രണ്ടുപേരുടെ അഹങ്കാരം ഈഗോ കൊണ്ട് തന്നെയാണ്. അല്ലാതെ ഒരാളുടെ മാത്രം, രണ്ടുപേരും കുറ്റക്കാരൻ, രണ്ടുപേരുടെ ഈഗോയാണ്. പിന്നെ അനുമോൾ ഒരു പടി കടന്നു പോയതെന്ന് ചോദിച്ചാൽ കടന്നുപോയി, സത്യമായി പറയുകയാണ്. അപ്പോൾ രാഘവയും അതിൻ്റെ ആവശ്യമൊന്നും അനുമോൾക്കില്ല. പക്ഷെ തുടക്കം ഇട്ടത് അനീഷാണ്. എന്തിനാന്നേ, ഒരു പ്രോഗ്രാമിനെ വിളിച്ചു കഴിഞ്ഞാൽ പോവുക, പോയതിന് ശേഷം നമ്മൾ അവരോട് നല്ല സന്തോഷമായിട്ട് തിരിച്ചു വരിക. പിന്നെ അത് കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയയിലിട്ട് അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച്, ഇതൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എനിക്ക് പറയാനുള്ള രണ്ടുപേരുടെ അഹങ്കാരമാണ്. ഒരാളുടെ മാത്രമല്ല, രണ്ടുപേരുടെ അഹങ്കാരമാണ്. രണ്ടുപേരും തെറ്റുകാരാണ്. ചില സോഷ്യൽ മീഡിയയിലൊക്കെ അനുമോൾ കുറ്റം ചെയ്തു, പിന്നെ അനീഷിനെ അനുമോൾ ചീത്ത വിളിച്ചു, പ്രാഗി എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ തുടക്കം ഇട്ടത് അനീഷാണ്. ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു അനീഷിന്? മര്യാദയ്ക്ക് ഇരുന്ന് കൂടായിരുന്നു എന്ന് പറഞ്ഞ് അനുമോൾ കുറ്റം ചെയ്തെന്നല്ല പറയുന്നത്. രണ്ടുപേരും കുറ്റക്കാരാണ്. ഇവരുടെ രണ്ടുപേരുടെ അഹങ്കാരം, ഈഗോസും കോംപ്ലക്സും എല്ലാം കൂടെയാണ് പുറത്തു വന്നിരുന്നത്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നമ്മളൊരു പരിപാടി തുടങ്ങിയാൽ ആ പരിപാടിക്ക് പോവുക, വരിക, സന്തോഷമായിട്ട് പഴയ ആൾക്കാരെ കാണുന്ന സന്തോഷം. അല്ലാതെ നമ്മളത് വേറെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇടുക, പിന്നെ അത് നമുക്കെന്തായാലും പറയാനുണ്ടോ നമ്മൾ നേരിട്ട് പറയണം. അല്ലാതെ ചുമ്മാ പോയിരുന്നു സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്ത് രാഗി വല്ല തെറി വിളിച്ചു, അല്ലാതെ ഇത് ചെയ്തു കളിയാക്കിയൊക്കെ ഒന്നല്ല ചെയ്യണ്ടേ. രണ്ടുപേരും കുറ്റക്കാരാണ്, അല്ലാതെ ഒരാൾ മാത്രമല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളും തരിക. എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.